ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 18 എൻ്റെ പുളിയൂണാണെന്ന്, 7ാം മാസ ചടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മന്ത്രകോടി. കല്യാണത്തിൻ്റെ സാരിയാണ്, ഒരു മുന്തിരി കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ബ്ലൗസ്. നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ഇപ്പോൾ എനിക്കിത് കൊള്ളില്ല ഗൈസ്. എല്ലാവരെ പോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് കേട്ടോ. ഇതൊരു ചടങ്ങാണ്. മന്ത്രകോടി എടുത്തിട്ട് വേണം നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കാലത്ത് 6:30ക്കാണ് കുർബാന. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം 6:30ക്ക് കുർബാനയ്ക്ക് ഞാനൊരു 5:30 എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാരി എടുക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഇല്ല കേട്ടോ. പൊതുവേ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാരി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെ പോലെ തന്നെയാണ്. എന്താ പറയുക, പണ്ട് അമ്മമാർ വീട്ടിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ സാരി എടുത്തിട്ട് എടുക്കണ ഒരു പരിപാടി എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴുള്ളൊരു സംഭവമാണ് അമ്മയുടെ സാരി എടുക്കുക. എന്നിട്ട് അത് സാരി എടുത്ത് ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, അമ്മ സാരി എടുക്കണ കണ്ടിട്ടാണ് ഞാൻ സാരിയൊക്കെ എടുക്കാൻ പഠിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ സാരി എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വയറുണ്ടെങ്കിൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ സാരി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ സാരി എടുത്തിട്ടാണ് ഞാനിന്ന് ഈ ഒരു മന്ത്രകോടി എടുത്തിട്ടാണ് കേട്ടോ പള്ളിയിലേക്ക് പോണത്. അപ്പോൾ ഇന്നലെ ഇത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ. അപ്പം 5:30ക്ക് എണീക്കും വേണം. അപ്പോൾ 5:30ക്ക് എണീക്കണ കാരണം 12:30 എന്ന് പറയുമ്പോൾ നമുക്ക് ലേറ്റായിട്ട് ആണ് കേട്ടോ. ഞാനൊരു 5:30 ആകുമ്പോൾ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞു, സാരി മാറി. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും മന്ത്രകോടിയല്ലേ, അപ്പോൾ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് തിളങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, മറിയത്തിൻ്റെ ഒരു ലോഷൻ പരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിലും താഴെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണ്. അതുപോലെ തന്നെ ചെറുതായിട്ടും ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സാധാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഞാൻ എപ്പോഴും. എനിക്കെന്തോ എന്തെങ്കിലും ഒരു പരിപാടിക്ക്, ഇപ്പോൾ എന്ത് പരിപാടി ആയിക്കോട്ടെ, മാമോദിസ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്ത് പരിപാടിയാണെങ്കിലും എൻ്റെ മുടി കറക്റ്റായിട്ട് നിൽക്കില്ല ഗൈസ്. സത്യം പറയാലോ, എൻ്റെ മുടി കറക്റ്റായിട്ട് നിൽക്കില്ല. എനിക്കത് ഭയങ്കര ദേഷ്യമുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ ഗൈസ്? ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എത്ര എന്താ പറയുക, മുടി സ്ട്രെയിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ഇത് ചെയ്താലും മുടി നമ്മൾ വെറുതെ വീട്ടിൽ നിന്നിട്ട് മുടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കി കറക്റ്റായിട്ട് വരും. പക്ഷേ എവിടേക്കെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ മുടി മര്യാദയ്ക്ക് നിൽക്കില്ല. അതെനിക്ക് എപ്പോഴുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ സാധാരണ കെട്ടണ പോലത്തെ എന്താ പറയുക, സാധാരണ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു മറ്റേ ക്രാബ് എടുത്ത് വിടും. അത്ര തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല. പിന്നെ മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ മറ്റേ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം ഉള്ളത് കൊണ്ട് ചെറിയൊരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മറ്റേ സ്ട്രോപ്പ് ക്രീമും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ എല്ലാ ഒരുക്കവും കാര്യങ്ങളൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 6:15 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ പള്ളിയിലേക്ക്. അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞു കേട്ടോ. കുർബാന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ ചായ കുടിച്ചിട്ട് മുകളിൽ കയറി കേട്ടോ. അപ്പോൾ കുർബാന കഴിഞ്ഞു. അതുപോലെ തന്നെ നേർച്ച ഇട്ടു, അന്നത്തേക്ക് പൈസ ഇട്ടു, പ്രാർത്ഥിച്ചിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോന്നു കേട്ടോ. മുകളിൽ കയറി പോന്നു. ഇനിയിപ്പോൾ ചായ മാത്രം കുടിച്ചു, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഡ്രസ്സ് മാറിയിട്ട് താഴെ പോയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ മേശയും കസേരയും, ഇന്നത്തെ പരിപാടിക്കുള്ള മേശയും കസേരയൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡെക്കറേഷൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ നമ്മൾ ഫ്ലവർ ഈ ഒരു ബേസിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു ബേസിലാട്ടോ നമ്മൾ ചെയ്യണത്. നമ്മൾ ആദ്യം വേറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ നമ്മൾ ബലൂണ് പാടെ ഒഴിവാക്കി. കാരണം പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് ഈ ബലൂൺ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ്
നമ്മൾ പാടെ ഒഴിവാക്കി കേട്ടോ. ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കല്ല, ഫാമിലി ആയിക്കോട്ടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവർ പോയപ്പോഴേക്കും നമ്മുടെ കേക്കും സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ. കേക്കിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഫംഗ്ഷന് ഞാൻ ഇടുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഈ ഒരു ചുരിദാറാണ് ഞാൻ ഇടുന്നത്. ഒരു ക്രീം കളറിൽ കോളറിൽ വരുന്നൊരു ചുരിദാറാണ് കേട്ടോ. അതിന് ഞാൻ ഒരു 10:45 ഞാൻ മുകളിലേക്ക് കയറി വന്നു കേട്ടോ. അപ്പം തന്നെ കുറേ പേര് വന്നു തുടങ്ങിയിട്ട്, കുറേ പേരല്ല, കുറച്ച് പേര് വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ അമ്മാമ്മയും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയണത് 12 മണിക്കാണ് കേട്ടോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഒരുങ്ങി നിൽക്കണമല്ലോ. ആൾക്കാർ വരുമ്പോൾ ഇന്ന് എൻ്റെ ഫംഗ്ഷനാണല്ലോ, എന്താ പറയുക, എൻ്റെ ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മമ്മിക്കോ ഓരോരുത്തർ എത്തി തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ താഴെ പോവാണ്. ആരൊക്കെ വന്നു എന്നൊക്കെ നോക്കണം പോയിട്ട്. ഓക്കെ, നോക്കാം, താഴെ പോയിട്ട് നോക്കാം. താഴെ വന്നപ്പോൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറയണത് സ്റ്റേജ് ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് അലങ്കോലപ്പണികൾ ചെയ്താലോ. അപ്പോൾ നമ്മളത് ബേബി ഷവറിൻ്റെ സംഭവങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇഷ്ടമായി ഞാൻ കമൻറ്റ് ചെയ്തോളാം. അപ്പോഴേക്കും നമ്മുടെ അമ്മാമ്മ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. പേപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ കാറ്ററിങ്ങിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചൻ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെ വന്ന് തുടങ്ങണമല്ലോ കേട്ടോ. അതേമാതിരി എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നവർക്ക് ഇതുപോലെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടാങ്ക് കലക്കിയിട്ടാണ് കൊടുക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ബേബി ഷവറിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കറും ടാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ കുഞ്ഞോണ് അതും പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. എന്താ പറയുക, ജയ് വിളിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫാമിലി എത്തി കേട്ടോ. അങ്ങനെ 12:15 കൂടിയിട്ട് എൻ്റെ ഫാമിലി എത്തി കേട്ടോ. എൻ്റെ ഫാമിലി ഒരു 11:30 ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛന്മാരും അതുപോലെ തന്നെ വല്യപ്പനും വല്യച്ഛനും പിന്നെ ആൻറ്റിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവർക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു 12:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിളിച്ചവരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ വേഗം ഫുഡ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ലേറ്റായ കാരണം ഇപ്രാവശ്യം നമ്മൾ ലേറ്റ് ആക്കാൻ നിന്നില്ല. വേഗം തന്നെ കൊടുക്കാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കാനായിട്ടിരുന്നു. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മന്ത്രകോടി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും അവളും അതുപോലെ തന്നെ അവളുടെ അമ്മയും എൻ്റെ അമ്മയും പിന്നെ കുറച്ച് കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേഗം തന്നെ ഇരുന്നു. അപ്പുറത്ത് ഇതുപോലെ കുറേ പേര് വർത്തമാനം പറയുന്നുണ്ട്. ഫുഡ് കഴിക്കണവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ടൈം കളയാൻ നിന്നില്ല. ഞാനൊരു 1:30 ആകുമ്പോഴേക്കും മുകളിലേക്ക് കയറി കേട്ടോ, സാരി മാറാനായിട്ട്, മന്ത്രകോടി മാറാനായിട്ട്. അപ്പോൾ എനിക്ക് മന്ത്രകോടി ഇടിപ്പിച്ച് തന്നത് ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതേ മന്ത്രകോടിയും കാര്യങ്ങളൊക്കെ മാറി എല്ലാതും സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ടൈമില്ല. 2:30 ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ടൈമിൽ നമുക്ക് വീട്ടിലേക്ക് കയറണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങോട്ട് ആൻറ്റിമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ആൻറ്റിമാരുണ്ട് കേട്ടോ കൂടെ. അപ്പം ഞാനും അതുപോലെ തന്നെ ചേച്ചിയും പിന്നെ ഇത് വല്യമ്മയുടെ മോളാണ് കേട്ടോ. അമ്മയും കൂടിയിട്ട് മേക്കപ്പ് തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എന്തിനാ വീഡിയോയിൽ നിൽക്കണേ, ഞാൻ നിനക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, നീ നിന്നോ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് മേക്കപ്പ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കാണുന്നതല്ലേ, പിന്നെ എൻ്റെ ഫങ്ഷനാണല്ലോ, അപ്പോൾ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആവാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, മേക്കപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ മേക്കപ്പ് സെറ്റ് കണ്ടപ്പോൾ ചേച്ചി പറയാം, ഇതെങ്ങനെയാണ് തുറക്കുക ചോദിക്കിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും അറിയാണ്ടാണല്ലോ മേക്കപ്പ് ചെയ്യാൻ വരണല്ലേ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൗണ്ടേഷനും പിന്നെ ഫസ്റ്റ് ടോണർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇട്ടേ കറക്റ്റേക്ക് ഓർമ്മയൊന്നുമില്ല ഗൈസ്, എന്താണ്ടൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ മേക്കപ്പ് ചെയ്യണ സമയത്ത് നമുക്ക് താഴെ നിന്ന് വിളി വന്നു തുടങ്ങി കേട്ടോ. വേഗം വാ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് കൂടുതലും മുതിർന്നവരാണ്, അല്ലെങ്കിൽ
വയസ്സായ ആൾക്കാർക്കാണ് കൂടുതൽ. ഇന്ന ടൈമിൽ ഇറങ്ങണം, എന്താണ് വരാത്ത, ലേറ്റാണോ, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചേതാണ്. എളുപ്പമല്ല ഗൈസ്. അങ്ങനെ മേക്കപ്പൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുടി കെട്ടണ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് എൻ്റെ ബാക്ക് എങ്ങനെയുണ്ട്, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മ വരുമ്പോൾ മുല്ലപ്പൂവൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് മുടി സാധാരണ പോലെ ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ വലിയ എന്താ പറയുക, മുടി അങ്ങനെ അതിനായിട്ട് മാത്രം ഹെയറും ഒന്നും ഞാൻ വല്ലാണ്ട് സെറ്റാക്കിയിട്ടൊന്നുമില്ല. സാധാരണ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ വെറുതെ ഒരു പിരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, സാരി എടുത്തിട്ടും അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫുൾ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ മുടി കെട്ടണത് ഞാൻ എങ്ങനെയാണെന്നൊന്നും നോക്കിയില്ല. പിന്നെ ആകെ ഒരു ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചി അവിടെ കേക്കിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ബോയ് ഓർഗുകൾ, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ബോയ് ഓർഗുകൾ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഒന്ന് കേക്കിൻ്റെ അവിടെ വന്ന് നിൽക്കുക, അപ്പോൾ 2 ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിന് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തർ വിളിക്കണം. അപ്പച്ചനും അമ്മേനെയും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ചേച്ചീനെയും ജാസ്മിനെയും എല്ലാവരും വിളിക്കാനും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് എന്താ പറയുക, പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിക്കണം, ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ, കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ, കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming even when we're not. You and me got a whole lot of meaning. It's like we're dreaming even when we're not. You and me got a whole lot of meaning. I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. We can do nothing at all. So what, if you're stupid then you know there's nothing wrong. You and me got a whole lot of meaning. I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അതുപോലെ തന്നെ ചേട്ടൻ ഗൾഫിലാണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ 2 പേര് കൂടിയിട്ട് കുറേ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ കുഴലപ്പുണ്ട്, അതുപോലെ തന്നെ അലുവ, ഐനാസ്, അച്ചപ്പം, പഴം
ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയിലേക്ക് കടന്നു കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു 3:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇവിടേക്ക് കയറണം, എൻ്റെ വീട്ടിലേക്ക് കയറണം. ആ ഒരു ടൈം എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 മണി അങ്ങോട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും, നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 3 മണി അങ്ങോട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇന്ന ടൈമെന്നൊക്കെ ഉണ്ട് നമുക്ക്. പുളിയൂണിലാണെങ്കിലും എന്താ പറയുക, കൂട്ടി കൊണ്ടുപോകണ ചടങ്ങാണെങ്കിലും എല്ലാത്തിനും ഓരോരോ എന്താ പറയുക ചടങ്ങ് ആണല്ലോ. അപ്പം ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേച്ചിയാണ് പ്രാർത്ഥന എത്തിക്കുന്നത്. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചനോടും അമ്മോടും പിന്നെ എല്ലാവരോടും, അമ്മാമ്മോടും എല്ലാവരോടും യാത്ര പറയാണ്, പോയി വരാമെന്ന് പറയാണ് കേട്ടോ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with. അങ്ങനെ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അങ്ങനെ ഞങ്ങളിത് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ആളൂർ വഴിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് റോഡ് ഭയങ്കര നല്ല റോഡ് എന്ന് പറയുമ്പോൾ ആളൂർ റോഡാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കേച്ചേരി എത്തിയപ്പോൾ ആൻറ്റിമാരനെ നമ്മൾ ഇറക്കി കേട്ടോ. കേച്ചേരി ഇറക്കി അവർക്ക് അവിടെ നിന്ന് തൃശ്ശൂർ ബസ് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരെന്നെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ തലക്കോട്ടേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഒരു 3:45 കൂടി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേറെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.